Based on the staining and condensation properties, chromatin is divided into two major categories, euchromatin and heterochromatin. ഈ സെഷനിൽ യൂക്രോമാറ്റിനെ കുറിച്ചും ഹെറ്ററോക്രോമാറ്റിനെ കുറിച്ചുമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഹയർ മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ടിക് കോംപ്ലക്സ് ലൈഫ് ഫോം ആണ് ഹ്യൂമൻസിനെ റെഫറൻസ് ആക്കി വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലിനും ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്താണ് ജനറ്റിക് മെറ്റീരിയൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ DNA ക്രോമാറ്റിൻ ആയിട്ടാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്രോമാറ്റിൻ എന്താണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂളാണ് DNA. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡാമേജസും ഈ DNAക്ക് ബെയറായിട്ട് നേക്കഡായിട്ട് എക്സിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് വളരെ ലെങ്തി ആയിട്ടുള്ള ബയോമോളിക്യൂളായിട്ടുള്ള DNA ടൈനി ആയിട്ടുള്ള സെല്ലിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഫർദർ ഡാമേജസ് ഒന്നും DNAയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി DNAയും സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ പ്രോട്ടീൻസ്, ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന പ്രോട്ടീൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു കണ്ടൻസേഷൻ പ്രോസസ്സ് നടക്കുന്നു, അല്ലെങ്കിൽ DNA പാക്ഡ് ആവുന്നു. DNAയും ഹിസ്റ്റോൺ പ്രോട്ടീൻസും അസോസിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന കോയിൽഡ് സ്ട്രക്ചേഴ്സ് കോംപ്ലക്സ് ആണ് ക്രോമാറ്റിൻ ഫൈബർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബെയർ DNA കാണാം. ബെയർ DNAയും ഹിസ്റ്റോൺ പ്രോട്ടീൻസും തമ്മിൽ അസോസിയേറ്റ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് ക്രോമാറ്റിൻ ഫൈബർ. ന്യൂക്ലിയോസോം സോളിനോയിഡ് മോഡൽ. ഇത് ഫർദർ കണ്ടൻസ് ചെയ്താണ് ക്രോമസോമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. The DNA is packed by special proteins called histones to form chromatin. The chromatin further condenses to form the chromosomes. The DNA protein complex extracted from eukaryotic lysed interphase nuclei is called chromatin. The chromatin is the product formed from the packaged special proteins called histones. അപ്പോൾ ഹിസ്റ്റോൺസും DNA തമ്മിൽ അസോസിയേഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പാക്കേജിംഗ് ആണ് ക്രോമാറ്റിൻ ഫൈബർ എന്ന് പറയുന്നത്. ഈ ക്രോമാറ്റിൻ ഫൈബർ ഫർദർ കണ്ടൻസ് ചെയ്താണ് ക്രോമസോംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് അനലൈസ് ചെയ്യാം. ഓൾറെഡി ഇതിൻ്റെ 2 ഫങ്ഷൻസ് ഞാൻ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പാക്കേജിംഗ് DNA ഇൻറ്റു സ്മോളർ വോളിയംസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫിറ്റ് ഇൻസൈഡ് ദ സെൽ. നേരത്തെ തന്നെ പറഞ്ഞു, DNA എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂളാണ്. വളരെ ടൈനി ആയിട്ടുള്ള സെല്ലിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂളിനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഉള്ള ഒരു മെക്കാനിസമാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. കോയിലിംഗ് നടക്കുന്നതുകൊണ്ട്, ഈ ന്യൂക്ലിയോസോം സോളിനോയിഡ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് ഓവറോൾ വോളിയം കുറയുന്നു. ചെറിയ ഒരു ഏരിയയിൽ ഇത് ഫിറ്റാക്കി വെക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ സ്ട്രെങ്തനിങ് ഓഫ് ദ DNA ഫോർ മൈറ്റോസിസ് ആൻഡ് മിയോസിസ് ടു ടേക്ക് പ്ലേസ്. സെൽ ഡിവിഷൻ പ്രോസസ്, മൈറ്റോസിസ്, മിയോസിസ്, ഈ സമയത്ത് DNAക്ക് ഡാമേജസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ മൈറ്റോസിസ് പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. ഡിവിഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ DNA റിപ്ലിക്കേഷൻ നടക്കുന്നു. അതിനുശേഷം മെറ്റാഫേസ് പ്ലേറ്റിൽ ക്രോമസോംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു. സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമസോംസിൻ്റെ കൈനറ്റോകോറിൽ വന്ന് അറ്റാച്ച് ചെയ്ത് ക്രോമസോംസിനെ ഓപ്പോസിറ്റ് പോളിലേക്ക് വലിക്കുന്നു. ഈ പുള്ളിംഗ് പ്രോസസ്സ് എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രെസ്സാണ് ഓവറോൾ ക്രോമസോംസിൽ ഉണ്ടാക്കുന്നത്. പക്ഷേ അവിടെ ഉള്ള DNAക്ക് ഡാമേജ് ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് DNA ബെയറായിട്ടല്ല, അത് ക്രോമസോമായിട്ട് കണ്ടൻസ് ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രോമാറ്റിൻ ഫൈബേഴ്സ് കണ്ടൻസ് ചെയ്തിട്ടുള്ള ക്രോമസോംസ് ആണ് ഇങ്ങനെയുള്ള പുള്ളിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സിനൊക്കെ വിധേയമാകുന്നത്. ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാതെ, അതായത് ഇങ്ങനെ കണ്ടൻസ്ഡ് അല്ലാതെ ആണ് ബെയറായിട്ടാണ് DNA എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലുള്ള പ്രോസസ്സുകളിലുള്ള സ്ട്രെസ്സ് ഓവർകം ചെയ്യാൻ DNAക്ക് സാധിക്കത്തില്ല. അതിൻ്റെ അർത്ഥം DNAക്കകത്ത് ഡാമേജ് ഉറപ്പായിട്ടും ഉണ്ടാകും. അടുത്ത ഫംഗ്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ക്രോമസോംസ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ക്രോമാറ്റിനായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് കൊണ്ട് DNAക്കകത്തുള്ള ഡാമേജ് വളരെയധികം കുറയുന്നു. ഉണ്ടാകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കുറയുന്നു. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട്
DNA-യിൽ പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള അബ്നോർമാലിറ്റീസ്, അപ്പറേഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ ക്രോമസോമായിട്ട് അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ഫൈബറായിട്ട് കണ്ടൻസ് ചെയ്യുന്നത് കൊണ്ട് ഇല്ലാതാവുന്നു. ഓവറോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹിസ്റ്റോൺ പ്രോട്ടീൻസുമായിട്ടുള്ള അസോസിയേഷനിൽ DNA-ക്ക് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഫംഗ്ഷൻ കൺട്രോൾസ് ദ ജീൻ എക്സ്പ്രഷൻ ആൻഡ് റിപ്ലിക്കേഷൻ ഓഫ് ദ DNA. ചില സമയത്ത് ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള റീജിയൻസിൽ ജീൻസ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ജീൻസിൻ്റെ എക്സ്പ്രഷൻ നടക്കണമെങ്കിൽ ആ കണ്ടൻസേഷൻ പ്രോസസ്സ് ഇല്ലാതാകണം. ക്രൊമാറ്റിൻ റീമോഡലിംഗ് എന്നാണ് ആ പർട്ടിക്കുലർ പ്രോസസ്സിനെ പറയുന്നത്. ക്രൊമാറ്റിൻ റീമോഡലിംഗ് നടന്ന് അവിടെയുള്ള ജീൻസ് ഓൺ ആവും. അപ്പോൾ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ക്രൊമാറ്റിൻ ഫൈബറിന് ഉണ്ട്. DNA റിപ്ലിക്കേഷനിലും ക്രൊമാറ്റിൻ ഫൈബറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. അതായത് DNA റിപ്ലിക്കേഷൻ മെഷീനറി DNA ആക്സസ് ചെയ്യണമെങ്കിൽ ക്രൊമാറ്റിന് റിലാക്സേഷൻ ഉണ്ടാകണം. ഇതുപോലെയൊക്കെയുള്ള ആസ്പെക്ട്സ് ആ സമയത്ത് വർക്ക് ചെയ്യും. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൊമാറ്റിൻ അനലൈസ് ചെയ്യാം. ദർ ആർ 2 വെറൈറ്റീസ് ഓഫ് ക്രൊമാറ്റിൻ, യൂക്രൊമാറ്റിൻ ആൻഡ് ഹെട്രോക്രൊമാറ്റിൻ. ഈ ക്ലാസിഫിക്കേഷൻ സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ കണ്ടൻസേഷൻ പ്രോപ്പർട്ടീസും ഇൻവോൾവ് ആണ്. ബേസ്ഡ് ഓൺ ദ സ്റ്റെയിനിങ് പ്രോപ്പർട്ടീസ് ആൻഡ് കണ്ടൻസേഷൻ പ്രോപ്പർട്ടീസ്, ക്രൊമാറ്റിൻ ഈസ് ഡിവൈഡഡ് ഇൻറ്റു യൂക്രൊമാറ്റിൻ ആൻഡ് ഹെട്രോക്രൊമാറ്റിൻ. ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമിനെ സ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള സ്റ്റെയിൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്റ്റെയിൻസുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ക്രോമസോംസിൻ്റെ ചില പോർഷൻസ് ലൈറ്റ്ലി കളേർഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. കൂടുതൽ സ്റ്റെയിനെ അബ്സോർബ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള കണ്ടൻസേഷൻ കുറഞ്ഞ റീജിയൻസിന് പറയുന്ന പേരാണ് യൂക്രൊമാറ്റിൻ റീജിയൻ. അതായത് അവിടെ കൂടുതൽ സ്റ്റെയിൻ പിടിക്കാതെ വരാൻ ഉള്ള കാരണം അവിടെ ക്രൊമാറ്റിൻ്റെ കണ്ടൻസേഷൻ, അതായത് ഹിസ്റ്റോൺ പ്രോട്ടീൻസും DNA-യും തമ്മിലുള്ള അസോസിയേഷൻ, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കോയിലിംഗ് പ്രോസസ്സ്, അത് അവിടെ അത്രയും ഹെവി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി കൂടുതൽ സ്റ്റെയിൻ അബ്സോർബ് ചെയ്യുന്ന റീജിയൻസിന് പറയുന്ന പേരാണ് ഹെട്രോക്രൊമാറ്റിൻ. ഈ ഹെട്രോക്രൊമാറ്റിൻ ഹൈലി പാക്ഡ് ഏരിയാസ് ആണ്, ഹൈലി കോയിൽഡ്, ഹൈലി കണ്ടൻസ്ഡ് ഏരിയാസ് ആണ്. അവിടെ ഓവറോൾ DNA-യുടെ എമൗണ്ട് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കൂടുതൽ സ്റ്റെയിനെ അബ്സോർബ് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ റീജിയൻസ് വളരെ ഡാർക്ക്ലി പിഗ്മെൻറ്റഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ ക്രോമസോം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ബാൻഡ്സ് ആയിട്ട് വരുന്നതാണ് യൂക്രൊമാറ്റിൻ റീജിയൻ. ദെൻ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ള ബാൻഡ്സ് ആണ് ഹെട്രോക്രൊമാറ്റിക് റീജിയൻ. രണ്ട് റീജിയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് യൂക്രൊമാറ്റിക് റീജിയനിൽ DNA അത്ര കണ്ടൻസ്ഡ് അല്ല. അവിടെ DNA കുറവായതുകൊണ്ട് കൂടുതൽ സ്റ്റെയിനെ അബ്സോർബ് ചെയ്യുന്നില്ല. ഹെട്രോക്രൊമാറ്റിക് റീജിയൻ ഹൈലി കണ്ടൻസ്ഡ് ഏരിയാസ് ആണ്, അവിടെ കൂടുതൽ DNA എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്റ്റെയിനെ അബ്സോർബ് ചെയ്യും. ഹെട്രോക്രൊമാറ്റിക് റീജിയനെയും അതുപോലെ തന്നെ യൂക്രൊമാറ്റിക് റീജിയനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള, ഹെവിലി പാക്ഡ് ആയിട്ടുള്ള, കോയിലിംഗ് കൂടുതലുള്ള റീജിയൻസ് ആണ് ഹെട്രോക്രൊമാറ്റിക് റീജിയൻ. ദെൻ യൂക്രൊമാറ്റിക് റീജിയനിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവിടെ കണ്ടൻസേഷൻ അല്ലെങ്കിൽ കോയിലിംഗ് വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. നമുക്കിനി യൂക്രൊമാറ്റിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യാം. The lightly packed and stained chromatin region is called euchromatin region. അപ്പോൾ അവിടെ സ്റ്റെയിന് വളരെ കുറച്ചേ കാണത്തുള്ളൂ. അതുപോലെ തന്നെ പാക്കിങ്ങും വളരെ ലൈറ്റ് പാക്കിംഗ് ആണ്. പ്രസൻറ്റ് ഇൻ ബോത്ത് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. യൂക്രൊമാറ്റിൻ്റെ പ്രത്യേകത അത് പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ഒരേപോലെ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഹെട്രോക്രൊമാറ്റിൻ അങ്ങനെയല്ല, അത് യൂകാരിയോട്സിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. This particular portion, euchromatic region, is very rich in gene concentration and is usually under active transcription. യൂക്രൊമാറ്റിക് റീജിയനിൽ ഹെട്രോക്രൊമാറ്റിക് റീജിയനെ അപേക്ഷിച്ച് ജീൻസിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അവിടെ ജീൻസ് ലോഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജീൻ റിച്ച് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. DNA-ക്കകത്ത് ജനറ്റിക് കോഡ്, ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന റീജിയൻസ് ആണ് ജീൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനറ്റിക് ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള റീജിയൻസിനെ സ്ട്രക്ചറൽ ജീൻസ് എന്നാണ് പറയുന്നത്. സ്ട്രക്ചറൽ ജീൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേ റെഗുലേറ്ററി സീക്വൻസസും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പ്രൊമോട്ടർ സീക്വൻസ്. ഇങ്ങനെയുള്ള റെഗുലേറ്ററി സീക്വൻസിനെയും സ്ട്രക്ചറൽ ജീനിനെയും ഒക്കെ ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറി, അതായത് ജീൻ എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ട്രാൻസ്ക്രിപ്ഷൻ മെഷീനറി ഐഡൻറ്റിഫൈ ചെയ്യണം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നത് മെയിനായിട്ടും RNA പോളിമറൈസ് എന്ന് പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്, എൻസൈം ആണ്. ഈ RNA പോളിമറൈസ് ജീനിൻ്റെ പ്രൊമോട്ടർ സീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്.
അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള റെഗുലേറ്ററി പ്രോട്ടീൻസ് ഉണ്ട് ജീൻ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നത്. BTF, STF എന്നൊക്കെ പറയും, ബേസൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ദെൻ സ്പെഷ്യൽ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ഇതുപോലുള്ള കാറ്റഗറീസ്. ഇതുപോലെയുള്ള പ്രോട്ടീൻസ് എല്ലാം ജീനുമായിട്ട്, ജീനിൻ്റെ പ്രൊമോട്ടർ സീക്വൻസസ് ഒക്കെ ആയിട്ട്, റെഗുലേറ്ററി സീക്വൻസസ് ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഇൻട്രാക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം യൂക്രോമാറ്റിക് റീജിയണിലാണ്. കാരണം യൂക്രോമാറ്റിക് റീജിയണിൽ കണ്ടൻസേഷൻ വളരെ കുറവാണ്. കണ്ടൻസേഷൻ വളരെ കുറവായതുകൊണ്ട് നേരത്തെ പറഞ്ഞ RNA പോളിമറേസിനും ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സിനുമൊക്കെ വളരെ ഈസി ആയിട്ട് റെഗുലേറ്ററി സീക്വൻസിനെയും സ്ട്രക്ചറൽ ജീൻസിനെയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ജീൻ എക്സ്പ്രഷൻ പ്രോസസ്സിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ജനറ്റിക് ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന ജനറ്റിക് കോഡുള്ള DNA പോർഷൻസ് ആണ് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ജീൻ്റെ തന്നെ ജനറ്റിക് കോഡുള്ള പോർഷനാണ് സ്ട്രക്ചറൽ ജീൻ. ജീൻസിന് റെഗുലേറ്ററി ആയിട്ടുള്ള പലതരത്തിലുള്ള സീക്വൻസസും ഉണ്ടായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഗുലേറ്ററി സീക്വൻസ് ആണ് പ്രൊമോട്ടർ. ജീൻ എക്സ്പ്രഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രാൻസ്ക്രിപ്ഷനാണ്. ട്രാൻസ്ക്രിപ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യിക്കുന്നത് RNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം കോംപ്ലക്സ് ആണ്. RNA പോളിമറൈസ് സ്ട്രക്ചറൽ ജീനിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് ത്രൂ പ്രൊമോട്ടറാണ്. ആദ്യമേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രൊമോട്ടർ സീക്വൻസിനെയാണ്. പ്രൊമോട്ടർ സീക്വൻസ് സ്ട്രക്ചറൽ ജീനിൻ്റെ ലൊക്കേഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ RNA പോളിമറൈസിന് സിഗ്നൽ ചെയ്യും. RNA പോളിമറൈസ് സ്ട്രക്ചറൽ ജീനിൻ്റെ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലെത്തി അവിടെയുള്ള DNA ജനറ്റിക് കോഡിനെ RNA കോഡായിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്ക്രിപ്ഷൻ. അങ്ങനെ mRNA സിന്തസൈസ്ഡ് ആവും. മെസ്സഞ്ചർ RNA ഉണ്ടായിരിക്കും. ഇതിനകത്ത് സ്ട്രക്ചറൽ ജീനിനകത്തുള്ള DNA കോഡ്സ് RNA കോഡ്സ് ആയിട്ട് കൺവേർട്ടഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. മെസ്സേജ്, ജനറ്റിക് ഇൻഫർമേഷൻ്റെ മെസ്സേജ് അവിടെ ക്യാരി ചെയ്യുന്നുണ്ട്. mRNA പിന്നീട് റൈബോസോംസിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. ട്രാൻസ്ലേഷൻ്റെ ഫലമായിട്ട് ഫൈനൽ പോളിപെപ്റ്റൈഡ് സിന്തസിസ് നടക്കും. ഇതാണ് ജനറലായിട്ട് ജീൻ എക്സ്പ്രഷൻ്റെ സ്കീമാറ്റിക്. ആദ്യമേ തന്നെ ഈ പ്രോസസ്സ് നടക്കണമെങ്കിൽ RNA പോളിമറൈസ് എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന മെഷീനറി പ്രൊമോട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ടത് സ്ട്രക്ചറൽ ജീനിൻ്റെ പോർഷനിലേക്ക് പോകണം. ഇതെല്ലാം ഏറ്റവും ഈസി ആയിട്ട് നടക്കുന്നത് യൂക്രോമാറ്റിക് റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ജീൻസിലാണ്. അവയിൽ വളരെ ഈസി ആയിട്ട് RNA പോളിമറൈസിന് ഈ ഐഡൻറ്റിഫിക്കേഷനും പിന്നെ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേഷനും ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കും. യൂക്രോമാറ്റിനും ഹെറ്ററോക്രോമാറ്റിനും എക്സിസ്റ്റ് ചെയ്യുന്ന ജീൻസിൻ്റെ എക്സ്പ്രഷൻ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് യൂക്രോമാറ്റിക് റീജിയൻ കാണാൻ സാധിക്കും. അവിടെ ഈ പർട്ടിക്കുലർ DNA പോർഷനിൽ ഉള്ള സീക്വൻസ് ഒരു ജീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു ജീനാണ്. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന പോർഷൻ ഒരു ജീനാണ്. ഇതേപോലെ തന്നെ ഹെറ്ററോക്രോമാറ്റിക് റീജിയനിലും ഒരു ജീനുണ്ട്. ഈ രണ്ട് പോർഷൻസിൽ ലോഡ് ചെയ്തിരിക്കുന്ന ജീൻസിൽ ഏത് ജീനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ റെഗുലേറ്ററി സീക്വൻസിനെയാണ് RNA പോളിമറൈസിന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. RNA പോളിമറൈസ് ക്രോമസോംസിലൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജീനിൻ്റെ പ്രൊമോട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, സ്ട്രക്ചറൽ ജീനിലേക്ക് എത്തിച്ചേരുക, പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യുക. ഇതാണ് RNA പോളിമറൈസിൻ്റെ റോള്. അതിനുവേണ്ടി ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കിന് ഹെറ്ററോക്രോമാറ്റിക് റീജിയനിലുള്ള ആ ജീനിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിന് ബുദ്ധിമുട്ടാണ്. കാരണം ആ ജീൻ ഒബ്സ്ക്യൂർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് ഹിഡൻ ആണ്. ഇവിടെ ഈ കണ്ടൻസേഷൻ വളരെ കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ DNA എക്സ്പോസ്ഡ് അല്ലാത്തത് കൊണ്ട് RNA പോളിമറൈസ് അതിനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല. പക്ഷേ യൂക്രോമാറ്റിക് റീജിയനിലേക്ക് വരുമ്പോഴേക്കിന് അവിടെ കണ്ടൻസേഷൻ കുറവാണ്. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ ജീനെ വളരെ ഈസി ആയിട്ട് RNA പോളിമറൈസിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൊമോട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് സ്ട്രക്ചറൽ ജീനിലേക്ക് പോകുന്നു, ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റഡ് ആവുന്നു, mRNA ഉണ്ടാകുന്നു, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിൻ്റെ പോളിപെപ്റ്റൈഡ് ഉണ്ടാകുന്നു. അപ്പോൾ യൂക്രോമാറ്റിക് ജീനിൻ്റെ എക്സ്പ്രഷൻ വളരെ ഈസി ആയിട്ട് നടക്കും ഹെറ്ററോക്രോമാറ്റിക് ജീനിനേക്കാളും. ഇതുകൊണ്ടാണ് യൂക്രോമാറ്റിക് റീജിയനിൽ കൂടുതൽ ജീൻസ് വരുന്നത് ഹെറ്ററോക്രോമാറ്റിക് റീജിയനേക്കാളും. ജീൻ റിച്ച് ഏരിയാസ് ആണ് യൂക്രോമാറ്റിക് റീജിയൻസ്. ഈ ഹെറ്ററോക്രോമാറ്റിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ടൈറ്റ്ലി പാക്ഡ് ആൻഡ് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ഫോം ഓഫ് DNA. ഇറ്റ് ഈസ് കോമൺലി ഫൗണ്ട് ഓൺ ദ പെരിഫറൽ ഏരിയാസ് ഓഫ് ദ ന്യൂക്ലിയസ്. മിക്കവാറും ഇത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നത് ടീലോമെറിക് റീജിയൻ, ക്രോമസോംസിൻ്റെ ടിപ്പ്, അതുപോലെ തന്നെ സെൻട്രോമെറിക് റീജിയൻസിലൊക്കെ ആയിരിക്കും. ഇത് യൂക്കാരിയോട്സിൽ മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ യൂക്രോമാറ്റിൻ അങ്ങനെയല്ല, അത് പ്രോകാരിയോട്സിലും ഉണ്ട്, യൂക്കാരിയോട്സിലും ഉണ്ട്. ജീൻ പുവർ ഏരിയാസ് ആണ്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. ദിസ് പർട്ടിക്കുലർ പോർഷൻ ഇൻവോൾവ്സ് ഇൻ
ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻ. അതായത് ഇവിടെ ജീൻ പോർ ഏരിയാസ് എന്നാണ് പറയുന്നത്, ജീൻലെസ് ഏരിയാസ് എന്നല്ല പറയുന്നത്. അതായത് എപ്പോഴും എക്സ്പ്രഷൻ വേണ്ടിയിട്ടുള്ള ജീൻസ് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് യൂക്രോമാറ്റിക് റീജിയനിലായിരിക്കും. എക്സ്പ്രഷൻ അങ്ങനെ ആവശ്യമില്ല. അതായത് ജീനിൻ്റെ പ്രോഡക്ട്സ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യാൻ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമില്ലാത്ത അതുപോലത്തെ ജീൻസിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മിക്കവാറും ഹെട്രോക്രോമാറ്റിക് റീജിയനിലായിരിക്കും. അങ്ങനെയുള്ള ജീൻസ് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ആകുകയും അല്ലാത്ത സാഹചര്യങ്ങളിൽ ഓഫ് ആകുകയും ആണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓൺ ആക്കുക, ഓഫ് ആക്കുക, എക്സ്പ്രഷൻ റേറ്റിന് വ്യത്യാസം ഉണ്ടാക്കുക, ഇതിനെയൊക്കെയാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹെട്രോക്രോമാറ്റിക് റീജിയനിലുള്ള ജീൻ എക്സ്പ്രസ്ഡ് ആണെങ്കിൽ ക്രോമാറ്റിന് മോഡിഫിക്കേഷൻ സംഭവിക്കണം. അതായത് ക്രോമാറ്റിൻ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആകണം. ആ റിലാക്സേഷൻ പ്രോസസ്സ് അവിടെയുള്ള ജീൻസിനെ ഓൺ ആക്കും. അപ്പോൾ ജീൻ എക്സ്പ്രഷൻ റെഗുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഹെട്രോക്രോമാറ്റിന് ഉണ്ട്. ഇവിടെ കമ്പാരിറ്റീവ്ലി ജീൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. എപ്പോഴും ആവശ്യമുള്ള ജീൻസ്, എപ്പോഴും അതിൻ്റെ പ്രോഡക്ട്സ് ആവശ്യമുള്ള ജീൻസ്, അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് യൂക്രോമാറ്റിക് റീജിയനിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ ഗൈഡ് ചെയ്യുന്ന പലതരത്തിലുള്ള പ്രോട്ടീൻ എൻസൈംസ് ഉണ്ട്. ഈ പ്രോട്ടീൻ എൻസൈംസ് കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റത്തിനകത്ത് സിന്തസൈസ് ചെയ്യപ്പെടണം. അങ്ങനെയുള്ള പ്രോട്ടീൻ പ്രോഡക്ട്സിനെ ഉണ്ടാക്കുന്ന ജീൻസ് അതിൻ്റെ ലൊക്കേഷൻ യൂക്രോമാറ്റിക് റീജിയനിലായിരിക്കും, നോട്ട് ഹെട്രോക്രോമാറ്റിക് റീജിയൻ. ഹെട്രോക്രോമാറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് യൂക്കാരിയോട്സിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. രണ്ട് വകഭേദങ്ങളാണ് വരുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെട്രോക്രോമാറ്റിൻ ആൻഡ് ഫാക്കൾട്ടേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ. കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെട്രോക്രോമാറ്റിൻ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്യാം. ഒരു സ്പീഷീസിനകത്തുള്ള എല്ലാ സെൽസിലും ഗിവൺ ക്രോമസോമിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റീജിയൻസ് ഒരേപോലെ തന്നെ ഒരേ പാറ്റേണിൽ ഹെട്രോക്രോമാറ്റിനായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത്. സെൽ 1-നകത്ത് എങ്ങനെയാണോ ആ ക്രോമസോമിനകത്ത് ഹെട്രോക്രോമാറ്റിൻ ഓർഗനൈസ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയായിരിക്കും സെൽ 2-നകത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെട്രോക്രോമാറ്റിനകത്ത് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജീൻസ് ഉണ്ടെങ്കിൽ ആ ജീൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ പുവറായിരിക്കും. എപ്പോഴും പ്രോഡക്ട്സ് ആവശ്യം ഇല്ലാത്ത ജീൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള റീജിയൻസിൽ വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ആക്റ്റീവായിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഈ റീജിയൻസിൽ ഒരിക്കലും നടക്കത്തില്ല. ഹ്യൂമൻസിൽ നോക്കുകയാണെങ്കിൽ ക്രോമസോം നമ്പർ 1, 9, 16, ദെൻ Y ക്രോമസോം, ഈ ക്രോമസോമുകളിലെല്ലാം ലാർജ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെട്രോക്രോമാറ്റിൻ റീജിയൻസ് ഉണ്ട്. ഇത് സാധാരണ രീതിയിൽ കാണുന്നത് സെൻട്രോമിയറിലും ടീലോമിയറിലും ഒക്കെയാണ്. ടീലോമെറിക് പോർഷൻ്റെ അടുത്ത്, സെൻട്രോമെറിക് പോർഷൻ്റെ ഒക്കെ അടുത്താണ് ഈ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെട്രോക്രോമാറ്റിൻ സാധാരണ രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പീഷീസിനകത്ത് തന്നെയുള്ള രണ്ട് സെൽസിനെ നമുക്ക് അനലൈസ് ചെയ്യാം. അതായത് ഹ്യൂമൻസിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽ 1, സെൽ 2, ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്രോമസോം കാറ്റഗറി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Y ക്രോമസോം എടുക്കുക. ഈ Y ക്രോമസോമിനകത്തുള്ള ഹെട്രോക്രോമാറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെയായിരിക്കും സെൽ 2-ലും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ആ ഓർഗാനിസത്തിനകത്ത് എത്ര സെൽസ് ഉണ്ടോ ആ സെൽസിനകത്തെല്ലാം ഈ ക്രോമസോമിനകത്തുള്ള ഹെട്രോക്രോമാറ്റിൻ ഒരേ പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ പോർഷൻ ഹെട്രോക്രോമാറ്റിനൈസ്ഡ് ആണ്, അത് രണ്ടാമത്തെ സെല്ലിലും ഈ ക്രോമസോമിൽ അതേപോലെ തന്നെയാണ്. സെയിം പാറ്റേൺ തന്നെ രണ്ട് സെല്ലിലും ഉള്ള ക്രോമസോംസ് ഫോളോ ചെയ്യും. രണ്ട് സെല്ലിലല്ല, എത്ര സെൽസ് ഉണ്ടോ ആ സെൽസിലെല്ലാം ഇതേ പാറ്റേൺ തന്നെയാണ് ഈ ഗിവൺ ക്രോമസോമിൽ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഹെട്രോക്രോമാറ്റിനെയാണ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഫാക്കൾട്ടേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. The regions of DNA packaged in facultative heterochromatin will not be consistent between the cell types within a species. ഒരു സ്പീഷീസിനകത്ത് തന്നെയുള്ള പല സെൽ ടൈപ്സിൽ ഇങ്ങനെ ഈ ഫാക്കൾട്ടേറ്റീവ് ഹെട്രോക്രോമാറ്റിനായിട്ട് ഓർഗനൈസ് ചെയ്തിരിക്കുന്ന റീജിയൻസിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് ക്രോമസോമിൽ ഫാക്കൾട്ടേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ ഉണ്ടെങ്കിൽ അത് ഒരു സെല്ലിൽ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കില്ല അടുത്ത സെല്ലിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ സെല്ലിനകത്ത് ഗിവൺ ക്രോമസോമിൻ്റെ ഒരു പർട്ടിക്കുലർ റീജിയൻ ഹെട്രോക്രോമാറ്റിനായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്ത സെല്ലിൽ നോക്കുകയാണെങ്കിൽ ആ സെയിം റീജിയനിൽ യൂക്രോമാറ്റിൻ ആയിരിക്കും വരുന്നത്. ഫാക്കൾട്ടേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ എങ്ങനെയാണ് ഡിഫറൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നത് ഒരു സ്പീഷീസിൻ്റെ തന്നെ സെൽ ടൈപ്സിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്പീഷീസിനകത്ത് തന്നെ ഉള്ള രണ്ട് സെല്ല് നമുക്ക് അനലൈസ് ചെയ്യാം, സെൽ 1 ആൻഡ് സെൽ 2.
ഒരു സ്പീഷീസിൽ തന്നെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൽ തന്നെയുള്ള 2 സെൽസാണ് സെൽ 1ഉം സെൽ 2. ഇതിനകത്ത് ഒരു ഗിവൺ ക്രോമസോം നമുക്ക് പ്ലേസ് ചെയ്യാം. ഈ ക്രോമസോമിനകത്തുള്ള ഹെട്രോക്രോമാറ്റിക് റീജിയൻ നോക്കുക. ഫോർ എക്സാമ്പിൾ ഇത് ക്രോമസോം നമ്പർ 16 ആണെന്ന് വിചാരിക്കുക. ആ 16 ക്രോമസോം സെൽ 1ൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലുള്ള ഈ നേച്ചറിലുള്ള ഹെട്രോക്രോമാറ്റിൻ ഡിസ്ട്രിബ്യൂഷനിലാണ്. അതായത് 4 ഹെട്രോക്രോമാറ്റിക് റീജിയൻ അതിനകത്ത് ഉണ്ട്. സെൽ 2ൽ സെയിം ക്രോമസോം തന്നെ ഹെട്രോക്രോമാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ വേരിയേഷൻ കാണിക്കും. അതായത് രണ്ടാമത്തെ ഹെട്രോക്രോമാറ്റിൻ പോർഷൻ സെൽ 2ൽ സെയിം ക്രോമസോമിൽ യൂക്രോമാറ്റിക് റീജിയൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സെല്ലിനകത്ത് ഈ ഹെട്രോക്രോമാറ്റിക് റീജിയനിലുള്ള ജീന് ഒന്നും എക്സ്പ്രസ് ചെയ്യത്തില്ല. പക്ഷേ രണ്ടാമത്തെ സെല്ലിനകത്ത് വരുന്ന ക്രോമസോമിനകത്ത് ആ പൊസിഷനിലുള്ള ജീന് എക്സ്പ്രസ് ചെയ്യും. ഒരെണ്ണത്തിനകത്ത് ഹെട്രോക്രോമാറ്റിനായിട്ട് വരുന്ന റീജിയൻ മറ്റേതിനകത്ത് യൂക്രോമാറ്റിക് റീജിയൻ ആയിട്ട് വരുന്നു. അപ്പോൾ ആദ്യത്തെ സെല്ലിനകത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, അവിടെ ജീൻസ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ രണ്ടാമത്തെ സെല്ലിൽ വരുമ്പോൾ ആ ജീൻസിൻ്റെ എക്സ്പ്രഷൻ നടക്കുന്നു. ഇതാണ് ഫാക്കൾട്ടേറ്റീവ് ഹെട്രോക്രോമാറ്റിൻ. കൺസിസ്റ്റൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഇല്ല. ഇനി നമുക്ക് ഫൈനലായിട്ട് ഹെട്രോക്രോമാറ്റിനെയും യൂക്രോമാറ്റിനെയും സമ്മറൈസ് ചെയ്യാം. Heterochromatin is the darkly stained region of the chromatin. Then euchromatin is the lightly stained region. Heterochromatin is compactly coiled region and with more DNA. Then euchromatin is loosely coiled region and with less DNA. Heterochromatin is genetically silent or gene poor regions of the chromatin. Then euchromatin region is genetically active or gene rich areas.